കൂട്ടുകാരെ എല്ലാ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. അങ്ങനെ നമ്മുടെ +1 വേണ്ടിയുള്ള റിവിഷൻ ക്ലാസ് ആണ്. ഇനി എക്സാമിനൊക്കെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ക്ലാസ് തരും. അടിപൊളിയായിട്ടിരുന്ന് പഠിച്ചോണം. എക്സാമിന് ഉറപ്പ് എന്നുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസുകളാണ് തരുന്നത്. നമുക്ക് ഏകദേശം 14 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. കുട്ടികൾക്കൊക്കെ അറിയാം. പക്ഷേ ചാപ്റ്റേഴ്സിനുള്ളിലുള്ള കാര്യങ്ങൾ എക്സാമിന് വരുന്നത് ഏതാണ് എന്നൊക്കെ കൃത്യമായിട്ട് അറിയണം. എന്നെങ്കിലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ഓർത്തോണം, നമുക്കൊരു പ്ലാൻ വേണം. പഠിക്കുന്നതിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്പീഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ കൂടെ മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സിനെ ആദ്യം പഠിക്കുന്നു, ഇങ്ങനെ കുറേ ചാപ്റ്റേഴ്സിനെ പഠിച്ചു, എക്സാമിനെത്തുമ്പോൾ പലതും മിസ്സിങ് ആയിരിക്കും. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള പ്ലാൻ ആയിരിക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് +2 ജോയിൻ ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ടും സൂപ്പറായിട്ടും ഫുൾ മാർക്കിനുള്ള ക്ലാസ്സാണ് തരുന്നത്. ക്ലാസ് കിട്ടും, നോട്ട്സ് കിട്ടും, പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പാക്കേജ് കിട്ടും, ഇക്വേഷൻ ബുക്കിലെറ്റ് കിട്ടും, പിന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസ് കിട്ടും. ലാസ്റ്റ് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സസ് കിട്ടും. ഓക്കെ, ഈ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നായിരിക്കും അന്നേരം നിങ്ങൾക്ക് വിടുന്നത്. എക്സാമിന് വേണ്ടി ഏതൊരു കുട്ടിക്കും ഏറ്റവും എളുപ്പത്തിൽ ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഇന്ന് പഠിപ്പിക്കുന്നത് സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുമുള്ള പ്രോബ്ലംസ് ആണ്. ആദ്യം എല്ലാവർക്കും അറിയാം, സെറ്റ്സിനെ കുറിച്ച് എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ലതാണ് അല്ലേ? നല്ല രസകരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ശരിയാണ്, പക്ഷേ നമുക്ക് തെറ്റിയാൽ മാർക്കെല്ലാം പോവുകയും ചെയ്യും. നമുക്ക് ആദ്യം ഇതിനുള്ളിൽ പഠിക്കേണ്ടിയിരിക്കേണ്ടത് ഉറപ്പായിട്ടും റോസ്റ്റർ ഫോമിലോട്ട് മാറ്റാൻ നോക്കേണ്ടത്. റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്റർ ഫോമിലോട്ട് മാറ്റടാ, അതിങ്ങനെ കുറേ ചോദിക്കും. അതിനുള്ളിലുള്ള ഓരോന്നൊക്കെ ഒന്ന് പറയാം. നിങ്ങൾക്കറിയാം, ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസുകളെല്ലാം തുടങ്ങുന്നല്ലേ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, x² < 9. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് x² < 9. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് നോക്കിക്കേ, നിങ്ങൾ ആൻസർ എഴുതാൻ പോകുമ്പോൾ എക്സിന് കിട്ടേണ്ട വിലകളാണ് എഴുതേണ്ടത്. ഈ എക്സിന് കിട്ടേണ്ട വിലകൾ എങ്ങനെയാണ് കിട്ടുന്നത്? x² < 9 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പോകുന്ന നമ്പർ ശരിയാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുത്ത് നോക്കണം. സ്ക്വയർ എടുക്കുമ്പോൾ 9 വരെ വരാൻ പാടുള്ളൂ. 9 കവിയരുത്, 9-ന് ഇപ്പുറത്ത് നിൽക്കണം. 9 9-ൽ കുറവ്. അപ്പോൾ നോക്കിക്കേ, 0 ശരിയല്ലേ? 0 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ശരിയാണ്. 0-ൻ്റെ സ്ക്വയർ എടുത്താൽ 0 9-ൽ കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് 1 എടുത്താൽ കുഴപ്പമുണ്ടോ മോനെ? 1-ൻ്റെ സ്ക്വയർ എത്ര? 1 9-ൽ കുറവ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു നമ്പർ എഴുതുമ്പോൾ അത് ശരിയാകുന്നുണ്ടോ എന്നറിയാൻ അതിൻ്റെ സ്ക്വയർ എടുത്ത് നോക്കുമ്പോൾ 9-ൽ കുറയണം, അല്ലെങ്കിൽ 9 വരെ. 9 കൂടരുത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, 2 എടുത്താൽ കുഴപ്പമുണ്ടോ? 2 സ്ക്വയർ എത്ര? 4, 9-ൽ കുറവാ. 3 എടുക്കാൻ കുഴപ്പമില്ല. 3-യുടെ സ്ക്വയർ എത്ര? 9, 9 വരെ ആകാം. <= 4 എടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തു. ഇൻറ്റിജർ മാത്രമേ പറ്റുള്ളൂ, ഡെസിമൽ നമ്പറിനെ ഒന്നും ഉപയോഗിക്കരുത്. ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ -1 ഉണ്ട്, -2 ഉണ്ട്, -3 ഉണ്ട് അല്ലേ? ഇത്രയും ആണ് നമ്മുടെ നമ്പേഴ്സുകൾ. -3, -2, -1, 0, 1, 2, 3. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനോടെ ഞാനൊന്ന് ഇട്ടേക്കാം, മറ്റൊരെണ്ണം കൂടെ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ x² < 40. അപ്പോൾ ഈ 40 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് അല്ലേ? 40 ഇവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നുകൊണ്ട് നമുക്ക് ഡൗട്ട് ഇല്ലായിരുന്നു. 40 കുഴപ്പമില്ല. നിങ്ങളപ്പോൾ ചെയ്യേണ്ടത്, ഓർക്കേണ്ടത്, 40-ക്ക് ഇപ്പുറത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ മോനെ? 36 ആണ് അല്ലേ? 40-ന് ഇപ്പുറത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർഡ് നമ്പർ ഈസ് 36. അപ്പോൾ 36 എന്ന് കരുതി ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഇതിപ്പോൾ 9 ആയപ്പോൾ -3 തൊട്ട് +3 വരെ. അങ്ങനെയാണെങ്കിൽ 36 വരുന്നതെങ്കിൽ -6 തൊട്ട് +6 വരെ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കയറുകയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x - 1 × x + 2 = 0, x element of n. ഓക്കെ, ഇങ്ങനെ 2 ബ്രാക്കറ്റിൻ്റെ പ്രോഡക്റ്റ് 0 ആണെന്ന് പറഞ്ഞിട്ട് x element of n എന്നൊക്കെ തന്നിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ആദ്യം എക്സിനെ കണ്ടുപിടിക്കണം. മോനെ 2 ബ്രാക്കറ്റ് ഇൻറ്റു വന്ന് 0 വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഓരോരുത്തരും 0 ഇക്വേറ്റ് ചെയ്യണം. x - 1 0, x + 0. ഓക്കെ, അപ്പോൾ x - 1 0 എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇംപ്ലൈസ് x = 1 ആൻഡ് x + 2 0 എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x = -2. അപ്പോൾ എക്സിന് നമുക്ക് 2 വാല്യൂസ് കിട്ടി, 1 ആൻഡ് -2. അപ്പോൾ നമ്മുടെ ആൻസർ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? ആൻസർ എഴുതുമ്പോൾ സെറ്റ് ഓഫ് ഓൾ
1 കിട്ടി, -2 കിട്ടി, 1 മാത്രമേ എഴുതാവുള്ളൂ മോനെ. -2 എഴുതരുത്, ബിക്കോസ് -2 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. കിട്ടിയ 2 നമ്പറിനെ കൂടെ എടുത്ത് എഴുതല്. ഈ കിട്ടിയ 2 പേരെ എഴുതാൻ പറ്റണോ ഇല്ലയോ എന്നറിയാൻ ഇവിടെ നോക്കിയാൽ മതി. n എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പർ 1 ഉള്ളൂ. -2 ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ, അപ്പോൾ എഴുതരുത്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് Z എന്നായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് 2 എഴുതാം. 6 എന്നായിരുന്നുവെങ്കിൽ റിയൽ നമ്പർ ആണെങ്കിൽ 2 എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ n ആയതുകൊണ്ട് നിങ്ങൾ 2നെയും കൂടെ എഴുതരുത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലൂടെ കയറുകയാണ്. 4ാമത്തെ ചോദ്യം നേരെ തിരിച്ചാണ്. തിരിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നമുക്ക് സെറ്റ് ബിൽഡർ ഫോം തരും, റോസ്റ്റർ ഫോം എഴുതും. ഇനി റോസ്റ്റർ ഫോം തരും, സെറ്റ് ബിൽഡർ ഫോം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 1, 1/2, 1/3, 1/4, 1/5. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഒരു സെറ്റ് ബിൽഡർ ഫോം എഴുതണം. എന്ന് പറഞ്ഞാൽ ആൻസർ ഇത് കിട്ടുന്ന രീതിയിൽ കൂടെയുള്ള ഒരു ആൻസർ മീൻസ് ഒരു സെറ്റ് ബിൽഡർ ഫോം അറിയാമല്ലോ. നമ്മുടെ ഒരു ലോജിക്കൽ ഫോമെന്നോ സെൻറ്റൻസ് ഫോമെന്നോ ഒക്കെ വിളിക്കും. അതിൻ്റെ റീസൺ നമുക്ക് അതിൻ്റെ തൊണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് പല രീതിയിൽ കൂടെ നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് എപ്പോഴും എഴുതുന്ന രീതി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഓക്കെ, ഇത് നോക്കിക്കുമ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ ന്യൂമറേറ്റർ മുഴുവൻ 1 ആണ്. ഇത് 1/5, 1/4, 1/3, 1/2. അപ്പോൾ ഇവിടെ ആരുണ്ടായിരിക്കണം? 1/1. ശരിയല്ലേ? അപ്പോൾ എല്ലാം ഫ്രാക്ഷനാണ്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് ഈക്വൽ ടു 1/n. ഉണ്ടോ? 1/n. ന്യൂമറേറ്റർ മുഴുവൻ 1കളാണ്. അതുകൊണ്ട് ആൻസർ ആരെന്ന് എഴുതാം? 1/n. ഈ n എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 വരെ ആകാം. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ ഈ n-ന് നിങ്ങൾ കൊടുക്കേണ്ടത് 1 തൊട്ട് 5 വരെ. ഓക്കെ, ഇനിയൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. 1 തൊട്ട് 5 വരെ കൊടുക്കുമ്പോൾ 1 കഴിഞ്ഞാൽ 2 കൊടുക്കാവുള്ളൂ, 3 കൊടുക്കാവുള്ളൂ, 4 അങ്ങനെ ഡെസിമലൊന്നും കൊടുക്കരുത്. അപ്പോൾ അത് ഒരു കാര്യം കൂടി എഴുതണം, n എലമെൻറ്റ് ഓഫ് n. ഇപ്പോൾ ക്ലിയർ? ഓക്കെ ആണല്ലോ. ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അല്ലാതെ നമ്മൾ ചുമ്മാ എഴുതിക്കുന്ന ചില ടീച്ചേഴ്സിന് അത് കറക്റ്റ് ആയില്ല, ഇത്തിരി ഒന്ന് കുറച്ചേക്കാം. 1 മാർക്കാണെങ്കിൽ 1/2 മാർക്ക് കൊടുത്താൽ മതി. നമുക്ക് ഫുൾ മാർക്ക് വേണം. ഓക്കെ, പക്ഷേ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ്, സ്കൂൾ ഗ്രൂപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഫ്രണ്ട്സിനൊക്കെ പറ്റുന്നിടത്തോളം നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ക്ലാസ് പോകുന്നത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം. നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെലാണ്. എക്സാമിന് ചോദിക്കുന്നതാണ് ഇൻ്റർവെൽ. ഓക്കെ, ഇങ്ങനെയായിരിക്കും സെറ്റ് ഓഫ് ഓൾ എക്സ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3 എക്സ് എലമെൻറ്റ് ഓഫ് ആർ. അങ്ങനെ ഇത് ഇൻ്റർവെലാണ് കേട്ടോ. ഇൻ്റർവെൽ പലതുണ്ട്, ഓർമ്മയുണ്ടോ? ഇൻ്റർവെല്ലിൻ്റെ ഫോംസുകൾ ഓരോന്നും നമുക്ക് ആദ്യം ഓപ്പൺ ഉണ്ട്, ക്ലോസ്ഡ് ഉണ്ട്, സെമി ക്ലോസ്ഡ് ഉണ്ട്, സെമി ഓപ്പൺ ഉണ്ട്, പല രീതിയിൽ കൂടെ ഉണ്ട്. 4 എണ്ണം ഉണ്ട്. അതിനുള്ളിൽ ഒരാളാണിത്. പേരറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ല സെമി ക്ലോസ്ഡ് ആയിരിക്കണം അതൊന്നും അറിഞ്ഞിരിക്കേണ്ട. ഇതിപ്പോൾ തന്നേക്കുന്നത് ഇൻ്റർവെല്ലിൻ്റെ സെറ്റ് ബിൽഡർ ഫോമാണ്. അപ്പോൾ ഇതിൻ്റെ റോസ്റ്റർ ഫോം എഴുതണം, നെക്സ്റ്റ് ജോമെട്രിക്കൽ ഫോമും എഴുതണം. 2 എഴുതാൻ പോവാണ്. നമുക്ക് ഇത്രയും ഭാഗം മാത്രം മതി, മറ്റൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, ആൻസർ എഴുതുമ്പോൾ എക്സ് എലമെൻറ്റ് ഓഫ് എന്ന് എഴുതുമ്പോൾ നിങ്ങൾ 2 ബ്രാക്കറ്റ് കൊടുക്കണേ. ഈ 2 നമ്പർ എന്തായാലും എഴുതണം, -1ഉം 3. എന്തായാലും ഇവിടെ വന്ന് ഈ 2 നമ്പർ എന്തായാലും എഴുതിയിരിക്കണം. എന്നിട്ട് അപ്പുറം ഇപ്പുറം ബ്രാക്കറ്റ് ഇങ്ങനത്തേതാണോ അതോ ഇങ്ങനത്തെ ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ നോക്കിയാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ അതുണ്ട്. പക്ഷേ ഇവിടെ ലെസ് ദാനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് മാത്രമാണ്, തീർന്നു. ഓക്കെ, അപ്പോൾ എക്സ് എലമെൻറ്റ് ഓഫ് സെമി ക്ലോസ്ഡ്. ഇത് സെമി ക്ലോസ്ഡ് ആണ്. ഫസ്റ്റ് ക്ലോസ്ഡ്, നെക്സ്റ്റ് ഓപ്പൺ. ദെർഫോർ ദിസ് ഈസ് കോൾഡ് സെമി ക്ലോസ്ഡ്. ഓക്കെ, സെമി ക്ലോസ്ഡ് -1, 3. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ജോമെട്രിക്കൽ ഫോം കൂടെ കാണിക്കാം, ശ്രദ്ധിച്ചിരിക്കുക. ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. -1ഉം 3യും മസ്റ്റായിട്ട് -1, ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4 എക്സെട്ര. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് -1 തൊട്ട് കണ്ടോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് -1ൻ്റെ അവിടെ ബോൾഡ് ആയിരിക്കണം. ഓക്കെ, 3യുടെ അവിടെ റൗണ്ട് മതി. ഇതിനിടയ്ക്ക് എന്തായാലും ബോൾഡ് ചെയ്യണം മോനെ. ഇത്രയും ഭാഗം എന്തായാലും എന്ത് ചെയ്യണം? ബോൾഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. തീർന്നു. ഇവിടെ റൗണ്ട്, ഇവിടെ ബോൾഡ്, ഇതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ബോൾഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എക്സസൈസ്. ചിലപ്പോൾ ഇനി ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും തരുന്നത്, ഇത് ചോദിക്കും. അപ്പോൾ ഇത് മിക്കവാറും 1 മാർക്ക് ക്വസ്റ്റൻ ആണ് കേട്ടോ. മിക്കവാറും ഓപ്ഷൻസ് തന്നതായിരിക്കും. ഇപ്പോൾ ജോമെട്രിക്കൽ ഫോം ചിലപ്പോഴേ ചോദിക്കുന്നുള്ളൂ, എന്നാലും എല്ലാം പഠിക്കണം. നെക്സ്റ്റ് അടുത്ത നമ്മുടെ സബ്സെറ്റ് ആൻഡ് പ്രോപ്പർ സബ്സെറ്റ്സ്. ഉറപ്പാണ്, പഠിച്ചോണം. ഷുവർ ക്വസ്റ്റൻ ആണ്.
നമുക്കൊരു സെറ്റിനെ തരും. നോക്കിക്കേ, സെറ്റിനുള്ളിൽ എ കോമ ബി കോമ സി. ഇതിൻ്റെ സബ്സെറ്റ്സിനെ എഴുതുക. നെക്സ്റ്റ് പ്രോപ്പർ സബ്സെറ്റ്സിനെ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സബ്സെറ്റ്സുകളെ എഴുതാം. സബ്സെറ്റ്സ് എന്ന് പറയുമ്പോൾ മോനെ ഓരോരുത്തരെയും ഓരോ കുട്ടി സെറ്റ്, ഒരു വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ 3 പേർക്ക് കൂടെ ഓരോ വീട് വെച്ച് കൊടുക്കുന്ന പോലെ ഇങ്ങനെ സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. ഓക്കെ, ഇനി ഈ രണ്ട് പേരെ വെച്ച് ഓരോ സെറ്റിനുള്ളിൽ സെറ്റ് എ കോമ ബി, സെറ്റ് ബി കോമ സി, സെറ്റ് എ കോമ സി. നെക്സ്റ്റ് 3 പേരെയും കൂടെ ചേർത്ത് സെറ്റ് എ കോമ ബി കോമ സി. ഓക്കെ, ലാസ്റ്റിൽ നമ്മുടെ നൾ സെറ്റ് 5. ഓക്കെ, അങ്ങനെ നമുക്ക് എത്ര പേരെ കിട്ടി നോക്കിക്കേ. 1 2 3 4 5 6 7 8 പേർ. ഈ 8 പേരെ എന്നുള്ളതിനൊരു കണക്കുണ്ട് മോനെ. ദാറ്റ് ഈസ് 2⁻3. ഓക്കെ, ദാറ്റ് ഈസ് 2⁻n 2⁻3. ആൻസർ ആരാണ്? 8. മറന്നു പോകരുത്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് സബ്സെറ്റ്സിൻ്റെ ഫോർമുല ഒരിക്കലും മറന്നുപോലെ 2⁻n, ദാറ്റ് ഈസ് 2⁻3. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പ്രോപ്പർ സബ്സെറ്റ്സ്? പ്രോപ്പർ, ഓക്കെ, പ്രോപ്പർ സബ്സെറ്റ്സ് ആരൊക്കെയാണെന്ന് കേട്ടാൽ ഈ 8 പേരൊന്നും ഒരാളോട് പറയണം നീ പൊക്കോടാ, ബാക്കിയുള്ളവരെല്ലാം ഇങ്ങോട്ട് വാടാ, 7 പേര് ഇങ്ങ് വാടാ. ഈ 8 പേരുണ്ടല്ലോ, ഒരാളെ ഒഴിവാക്കിയാൽ മതി. നമ്മുടെ ഈ സെറ്റ് തന്നെ നിങ്ങൾ ഇതിനുള്ളിൽ സബ്സെറ്റായിട്ട് കാണുന്നുണ്ട്. ഇവനെ അങ്ങോട്ട് ഒഴിവാക്കണം, ബാക്കിയുള്ളവരെല്ലാം എഴുതണം പ്രോപ്പറായി. ഓക്കെ, അപ്പം സെറ്റ് എ എഴുതണം, സെറ്റ് ബി എഴുതണം, സെറ്റ് സി എഴുതണം, സെറ്റിനുള്ളിൽ എ കോമ ബി, സെറ്റിനുള്ളിൽ ബി കോമ സി, സെറ്റിനുള്ളിൽ എ കോമ സി. അപ്പോൾ എത്ര പേരായി? 6 പേരായി. ലാസ്റ്റിൽ 5 ഇവനെ എഴുതരുത്. കൃത്യമായല്ലോ അല്ലേ? അപ്പോൾ അതിനൊരു ഫോർമുല ഉണ്ട് മോനെ, 2⁻n - 1. ദിസ് ഈസ് എ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ്. ദിസ് ഈസ് സബ്സെറ്റ്സ്, ദിസ് ഈസ് പ്രോപ്പർ സബ്സെറ്റ്സ്. അപ്പോൾ ഇവിടെ ആൻസർ എങ്ങനെ ആയിരിക്കും മോനെ? ദാറ്റ് ഈസ് 2⁻3 - 1. ആൻസർ ഈസ് 8 - 1 7. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് സബ്സെറ്റ്സ്, എന്താണ് പ്രോപ്പർ സബ്സെറ്റ്സ് എന്നുള്ളത് ക്ലിയറായി. നെക്സ്റ്റ് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു കുട്ടി പ്രോബ്ലം ഉണ്ട്. ഇഫ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഈസ് 31. ഒരു സെറ്റിന് 31 പ്രോപ്പർ സബ്സെറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു സെറ്റിന് 31 പ്രോപ്പർ സബ്സെറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സെറ്റിനുള്ളിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് ക്വസ്റ്റ്യൻ. ഓക്കെ, എത്ര പേര് ആ സെറ്റിനുള്ളിലുണ്ടായിരുന്നു? ഇവിടെ ഇപ്പോൾ 3 പേരുള്ളപ്പോൾ അതിൻ്റെ പ്രോപ്പർ സബ്സെറ്റ്സ് 7 ആയി. അപ്പോൾ തിരിച്ച് പറഞ്ഞാൽ 7 പ്രോപ്പർ സബ്സെറ്റ്സ് ഉള്ള സെറ്റിനുള്ളിൽ എത്ര പേര് കാണും? 3 പേർ. അങ്ങനെയാണെങ്കിൽ 31 പ്രോപ്പർ സബ്സെറ്റ്സ് ഉള്ള സെറ്റിനുള്ളിൽ എത്ര പേര് കാണും? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2⁻n - 1 = 31. ഇങ്ങനെ വേണം തുടങ്ങാൻ. അപ്പോൾ നോക്കിക്കേ, ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ചെയ്ത് മാർക്ക് വേണമല്ലോ, അതുകൊണ്ട് ഷോർട്ട് കട്ട് കാര്യമില്ല. നമ്മൾ ഒത്തിരി ഷോർട്ട് കട്ട്സ് പഠിപ്പിക്കുന്നുണ്ട്, കുട്ടികൾക്ക് ഭയങ്കര എളുപ്പമാകും. അപ്പോൾ 2⁻n - 1 = 31. അവിടുന്ന് 2⁻n = 31 + 1 = 32. നിങ്ങളിതിനെ 2ൻ്റെ പവർ ആക്കണം. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യണം. 2 കൊണ്ട് 16, 2 കൊണ്ട് 8, 2 കൊണ്ട് 4, പിന്നെ 2 കൊണ്ട് 2. അപ്പോൾ 1 2 3 4 5. That is 2⁻n is equal to 2⁵. Therefore, n = 5. That means number of elements in the given set is ആരാണ്? 5. ഓക്കെ ആണല്ലോ? അടിപൊളിയാണ്. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ സെഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഉടൻ തന്നെ അടുത്ത സെഷൻ വരും. നിങ്ങൾ മാക്സിമം അങ്ങോട്ട് എല്ലാ കുട്ടികളിലോട്ടും ഇത് ഇഷ്ടപ്പെട്ടാൽ, മീൻസ് ഒരാൾ പഠിച്ചാൽ പ്രയോജനമുണ്ട്, എക്സാമിന് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരാൾ പോലും ഷെയർ ചെയ്യാതിരിക്കല്ല. നമ്മളുടെ അനുഗ്രഹം കൂടെ കാണും. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഗുഡ് ബൈ.